എന്താ അമൃതേച്ചി അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? കല്യാണക്കാരിയായിരുന്നെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വന്നേനെ. അയ്യോ അതൊന്നുമല്ല വിവേകെ, ആരാധ്യയുടെ കാര്യമായിരുന്നു. എന്താ അത്? ചീഫ് മിനിസ്റ്റർക്കും ഹോം മിനിസ്റ്റർക്കും ലേബർ മിനിസ്റ്റർക്കും ഒക്കെ കൊടുക്കാനുള്ള പേപ്പറുകൾ ശരിയാക്കിയിട്ടുണ്ട്. അതെല്ലാം ഈ ആഴ്ച തന്നെ കൊടുത്താൽ നന്നായിരുന്നു. അതിന് വിവേകിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം വേണമെന്ന് പറയാനാണ് ഞങ്ങൾ വന്നത്. എന്ത് സഹായം? അല്ല, വിവേകിന്റെ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കുന്ന കാര്യം. വിവേകിന്റെ ഫാദറിന് മിനിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ആരാധ്യയുടെ കാര്യത്തിൽ അദ്ദേഹം ഇടപെട്ടാൽ നന്നായിരിക്കും. എന്റെ ചില പരിചയങ്ങൾ വെച്ച് ഞാനും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല. വിവേകിന്റെ അച്ഛന്റെ സ്വാധീനം ഉപയോഗിച്ച് അങ്ങനൊരു കാര്യം ചെയ്തു തന്ന ആരാധ്യയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായിരിക്കും അത്. അല്ല, ആതിര തന്നെ ഇപ്പൊ പോയിട്ട് ട്രെയിനിങ് സഹിക്കാൻ വയ്യാതെ ബുദ്ധിമുട്ടുക. ഇനി ആ കൂട്ടത്തിൽ ആരാധ്യയെ കൂടി കഷ്ടപ്പെടുത്തണോ? അതിലും നല്ലത് ആരാധ്യയെ മറ്റെന്തെങ്കിലും ജോലിക്ക് വിടുന്നല്ലേ ചേച്ചി? ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ഒരിക്കൽ PSC വരാൻ കഴിഞ്ഞപ്പോൾ തന്നെ ആരാധ്യ മിടിക്കാണെന്ന് തെളിഞ്ഞല്ലേ. അത്രയും കഴിവുള്ള സ്ഥിതിക്ക് മറ്റെന്തെങ്കിലും സർവീസിൽ കയറാനും ആരാധ്യക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. പക്ഷെ ഒരു പോലീസ് ഓഫീസർ ആവണമെന്ന് ആതിരേക്കാൾ ആഗ്രഹിച്ചത് ആരാധ്യയായിരുന്നു. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം വിവേക്. വേണമെങ്കിൽ ഞാനും അഭിയും കൂടെ വിവേകിന്റെ ഡാഡിയെ നേരിട്ട് കണ്ട് റിക്വസ്റ്റ് ചെയ്യാം. അല്ലെങ്കിലും കുറെ നാളായി വിവേകിന്റെ ഡാഡിയും മമ്മിയും പരിചയപ്പെടണമെന്ന് ഞങ്ങളും വിചാരിക്കുന്നുണ്ട്. അതെ, നമ്മളെ ആരെ ഒരു പരിചയമില്ലാഞ്ഞിട്ട് പോലും അന്ന് ആകാശിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വിവേകിന്റെ ഡാഡി ഒത്തിരി സഹായിച്ചതല്ലേ. എനിക്ക് കിട്ടാത്തൊരു അച്ഛന്റെ സ്നേഹം വിവാഹത്തിന് ശേഷം എനിക്ക് കിട്ടുമെന്ന് വിവേക് പറഞ്ഞപ്പോ പോലും അത്രയും നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആ പേപ്പറൊക്കെ എന്റെ കയ്യിൽ തന്നോളൂ, ഞാൻ അച്ഛന് കൊടുത്തോളാം. എപ്പോഴും വിവേക് വഴി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാണെന്ന് അച്ഛന് തോന്നിയാലോ? ഞങ്ങൾ നേരിട്ട് കണ്ടെന്ന് സംസാരിക്കാം. അത് വേണ്ട, ആദ്യം ഞാൻ സംസാരിക്കാം. ആ പേപ്പറിൽ ഇങ്ങ് തന്നേക്ക്. എല്ലാം ഉണ്ടോ? ശരി, എന്നാ ഞാൻ വിളിച്ച് അപ്ഡേറ്റ് ചെയ്തോളാം. പോട്ടെ, നിൽക്കാൻ നേരമില്ല, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ശരി. വിവേകിന്റെ ഫാമിലിയെ നമ്മളിനി എന്നാണോ പരിചയപ്പെടാൻ പോകുന്നത്? എത്ര തവണ ഞാൻ പറഞ്ഞു എന്നറിയോ വീട്ടുകാരെ എനിക്കൊന്ന് പരിചയപ്പെടണമെന്ന്. ഒരു ദിവസം ഞാൻ അവന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നുണ്ട്. മിക്കവാറും അതേ നടക്കൂ. വിവേക് എന്താ ഇങ്ങനെ? ഇവനെന്താ ഫാമിലിയെ പരിചയപ്പെടുത്താൻ ഇങ്ങനെ മടിക്കുന്നത്? അബി, അബി, എന്താ അബി, എന്തോ ആലോചിച്ചു കൂട്ടുന്നുണ്ടല്ലോ. അല്ല, ഒരു സ്ഥലം വരെ പോവാനുണ്ട്, അതോർത്താ. നിങ്ങൾ കയറി, ഞാൻ വീട്ടിലാക്കിയിട്ട് പോ. വാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.